നമസ്കാരം. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും രാജ്യത്ത് വോട്ട് ജിഹാദിന് വേണ്ടി അഭ്യർത്ഥന നടത്തി എന്നുള്ള ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ ഡിയോറയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും ഈ ഗുരുതരമായ വിമർശനം കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും നേരെ ഉണ്ടാവുന്നത്. പാകിസ്ഥാനിൽ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും INDA സഖ്യത്തിന്റെയും പേരിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അതിർത്തിക്കപ്പുറമുള്ള ജിഹാദികൾ അവരെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ വിഷയം രാജ്യത്തിന്റെ വികസനമല്ല, അവർ ഇന്ത്യയെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്ന് കൂടി മോദി പറയുന്നു. അതിനോടൊപ്പം മറ്റു ചില വിഷയങ്ങൾ കൂടി മോദി ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. UPയിലും ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കുന്ന കാലം വിദൂരമല്ല എന്ന പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാരുണ്ട്. എന്നാൽ കോൺഗ്രസ് അവർക്ക് മുന്നിൽ പോലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തികളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനോ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ വിദേശ ഇടപാടുകൾ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം അതുവഴി മാത്രമേ കോടികൾ കമ്മീഷൻ ഇനത്തിൽ അടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കൂ എന്നുകൂടി മോദി പറയുന്നു. എന്തായാലും ജൂൺ 1-ാം തീയതിയാണ് രാജ്യത്ത് അവസാന ഘട്ട തെരഞ്ഞെടുപ്പ്, 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിന് തൊട്ട് മുന്നോടിയായി ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കളം നിറയുകയാണ് ഇപ്പോൾ INDAയും NDAയും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.